അനശ്വരതയുടെ കുഞ്ഞുമാലാഖ ആലിൻ ഷറിന് വിട നൽകുക പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിന്റെ സംസ്കാരം നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുത്തു. ആലിന്റെ 2 അവയവങ്ങൾ 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ തിരിച്ചു നൽകി. ശസ്ത്രക്രിയ വിജയം. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ബംഗ്ലാദേശിനെ ഉദാഹരിച്ച് UDFന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ബംഗ്ലാദേശികൾ അവരെ തഴഞ്ഞത് ഇവിടെയുള്ളവർക്ക് പാഠം. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവ പാഠമാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. എല്ലാം പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്ന് ബുഖാരി തങ്ങളുടെ പ്രതികരണം. സമസ്ത AP വിഭാഗം സമ്മേളനം കോട്ടക്കലിൽ. കണക്കുകൂട്ടലുകൾ തെറ്റിയ അയ്യപ്പ സംഗമത്തിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയില്ല. നന്ദഗോവിന്ദത്തെ പരാമർശിച്ചത് പിശക്. കോടതിയെ അറിയിച്ചതിലും തെറ്റിയെന്ന് വിശദീകരണം. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് പറയാമെന്ന് മന്ത്രി വാസവൻ. വീണ്ടും പിളരാതിരിക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സമവായ നീക്കങ്ങൾ ചടുലം. റോഷി പറഞ്ഞതിൽ തെറ്റില്ല, സഹോദര തുല്യനെന്ന് ജോസ്. പക്ഷേ പാർട്ടിക്കുള്ളിലാകെ ആശയക്കുഴപ്പം. ജോസ് പാലായിൽ ജയിക്കുമെന്ന് മന്ത്രി BN വാസവൻ. ഓരോ നീക്കവും നിരീക്ഷിച്ച് UDF. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു. മജിസ്ട്രേറ്റിന് വിദേശത്തിരുന്ന് രഹസ്യമൊഴി നൽകി 3ാം കേസിലെ പരാതിക്കാരി. രാഹുലിനെ അകത്താക്കിയ കേസിലെ യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ.